ഇന്നത്തെ റെസിപ്പി സമ്മർ സ്പെഷ്യലായിട്ടുള്ള ഒരു പിങ്ക് അലോവേര ഡ്രിങ്ക് ആണ്. നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. നമ്മൾ അലോവേര വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ അലോവേര കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ ആ ഒരു മുള്ളൊക്കെ മാറ്റിയിട്ട് നടുക്കിലെ ആ ഒരു ഫ്ലഷ് മാത്രം നമുക്ക് എടുക്കണം. ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ അലോവേര എടുക്കുമ്പോൾ അതിൻ്റെ ആ തണ്ട് ഭാഗം കുറച്ച് മുറിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ആ തണ്ട് ഭാഗത്തൊരു മഞ്ഞ കളറിലൊരു വെള്ളം വരും. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മുള്ള് മാറ്റിയതിന് ശേഷം നടുക്കത്തെ ആ ഒരു ഭാഗവും കൂടി മുറിച്ച് മാറ്റണം. അപ്പോൾ നമുക്ക് ഫ്ലഷ് മാത്രമായിട്ട് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അലോവേര എല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജെല്ല് മാത്രമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിതിപ്പോൾ ഒരു 4 അലോവേരയുടെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ജെല്ലും എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജെല്ല് ഫുള്ളായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രിങ്കിന് കുറച്ച് സ്പൈസിനെസ് കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിങ്ക് കളർ കിട്ടാനായിട്ട് കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 കഷ്ണം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ അലോവേര ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പേകുന്ന ഒരു ഡ്രിങ്കാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്